പ്രിയപ്പെട്ട കുട്ടികളെ, ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ് പഠിച്ചത്. എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാമെന്നാണ് പഠിച്ചത്. ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് ഈ കളക്ട് ചെയ്ത ഡേറ്റയെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അതായത് തരംതിരിക്കാമെന്നും ക്ലാസിഫൈ ചെയ്ത ഡേറ്റയെ എങ്ങനെ ടാബുലേറ്റ് ചെയ്യാം, അതായത് ടേബിൾ ഫോമിലാക്കാം എന്നുമാണ്. ക്ലാസിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഡേറ്റ അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കാൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഡേറ്റ അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കാൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിരിക്കുന്നതായി സങ്കല്പിക്കുക. സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറിയാമല്ലോ. ഒരു ജാതി സാധനങ്ങൾ ഒരു സ്ഥലത്താണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു ക്ലാസിഫിക്കേഷന് എക്സാമ്പിളാണ്. അരി, പയർ തുടങ്ങിയ സാധനങ്ങൾ ഒരു വശത്തായിരിക്കും, വെജിറ്റബിൾസ് എല്ലാം ഒരു സ്ഥലത്തായിരിക്കും, ഫ്രൂട്ട്സ് എല്ലാം ഒരു സ്ഥലത്തായിരിക്കും, സോപ്പ്, ചീപ്പ് അതൊക്കെ മറ്റൊരു സ്ഥലത്തായിരിക്കും, ബേക്കറി ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് വേറൊരു സ്ഥലത്തായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് അവരിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കസ്റ്റമേഴ്സിന് പെട്ടെന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാനും ബില്ലടിക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളും ഡേറ്റ കളക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം, തരംതിരിക്കണം. തരംതിരിച്ചാൽ ഈസി ആയിട്ട് അതിനെ അനാലിസിസ് ചെയ്യാനും, അനാലിസിസ് എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്, പഠിക്കാനും അതിൽ നിന്ന് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാനും. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതായത് വിശദമായി ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിനെയാണ് പറയുന്നത്. അങ്ങനെ കൺക്ലൂഷനിൽ എത്താനും സാധിക്കുകയുള്ളൂ. ഇതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ പ്രധാനമായും 4 തരത്തിലുണ്ട്. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെയാണ് പ്രധാനമായും 4ആയി തരംതിരിച്ചിരിക്കുന്നത്. ഈ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്നും അറിയപ്പെടുന്നു. ഈ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ സ്ഥലത്തിനെ ആധാരമാക്കിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡാണ്. ക്രോണോളജിക്കൽ എന്ന് വെച്ചാൽ സമയത്തെ ആധാരമാക്കിയുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ചാൽ ഗുണം, അതായത് ഹോണസ്റ്റി, ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ഇങ്ങനെ ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അതിനെ ആധാരമാക്കിയുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. 4മത്തത് ക്വാണ്ടിറ്റി, അതായത് നമുക്ക് കൃത്യമായി എണ്ണാൻ പറ്റുന്നത്, കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇൻകം വരും, ഏജ് വരും, നമ്പർ ഓഫ് മെമ്പേഴ്സ് വരും, അങ്ങനെയുള്ളതിനെ ആധാരമാക്കിയുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇങ്ങനെയാണ് പ്രധാനമായും 4ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഓരോന്നിനെയും കുറിച്ച് പറയാം. ആദ്യമായി ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്ലേസസ് ലൈക്ക് കോണ്ടിനെൻറ്റ്സ്, കൺട്രി, സ്റ്റേറ്റ്, വില്ലേജ് എക്സെട്ര ഈസ് കാൾഡ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ കേരള. ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സ് ആണ് എടുത്തിരിക്കുന്നത്, അതായത് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റാണ് ഇവിടെ പ്ലേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ ഡിസ്ട്രിക്ട്സ് ആണ്, സെക്കൻഡ് കോളത്തിൽ പ്രൊഡക്ഷൻ മില്യൺസിലാണ്. കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സ്: ആലപ്പുഴ 219, എറണാകുളം 241, ഇടുക്കി 95, കൊല്ലം 427, കോട്ടയം 149, മലപ്പുറം 947, തിരുവനന്തപുരം 572, തൃശ്ശൂർ 608. 2011-12 കണക്കാണിത്. അതായത് ഈ ടേബിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഓരോ ജില്ലയിലും എത്ര കോക്കനട്ട് പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഒരു ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ എക്സാമ്പിൾ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സം യൂണിറ്റ്സ് ഓഫ് ടൈം ലൈക്ക് ഇയർ, മന്ത്, വീക്ക് എക്സെട്ര ഈസ് കാൾഡ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് 2006 മുതൽ 2012 വരെയുള്ള കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ കേരളയാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് കോളം പ്രൊഡക്ഷൻ ഇൻ മില്യൺ നട്ട്സ്. അത് 2006-2007 6054 ആയിരുന്നു കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ കേരള. 2007-2008 ആയപ്പം 5641 ആയി.
2008 2009 5802 ആയി. അടുത്ത വർഷമായപ്പം വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. 2009 2000 5667, 2010 2011 ആയപ്പോഴത്തേക്ക് 5287 ആയി. 2011 2012 ആയപ്പോഴത്തേക്ക് വീണ്ടും കൂടി 5941. ഈ ടേബിൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഓരോ വർഷവും ഉണ്ടായ കോക്കനട്ടിൻ്റെ എണ്ണം അറിയാൻ സാധിക്കും. അതായത് ഇവിടെ ടൈമായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇയറാണ്. ഇനി അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് ക്വാളിറ്റി? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുണം. അതായത് നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്തതിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഹോണസ്റ്റി. മെഷർ ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇൻ്റലിജൻസ് മെഷർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ സാധാരണയായി കുട്ടികളുടെ മാർക്കിൻ്റെ ബേസിൽ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അതൊരു കറക്റ്റായ പ്രൊസീജിയർ അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെ കറക്റ്റായി മെഷർ ചെയ്യാൻ സാധിക്കാത്തതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. Classification based on the characteristics like sex, color, religion, literacy, etc., which cannot be numerically measured, is said to be qualitative classification. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്താണ് എന്ന് നോക്കാം. Classification based on characteristics like height, weight, income, etc., which can be numerically measured, is called quantitative classification. Classification based on characteristics like height, weight, income, etc., which can be numerically measured, is called quantitative classification. ഇതിന് ഒരു എക്സാമ്പിൾ നോക്കാം. വെയ്റ്റ് ഇൻ കിലോഗ്രാം, നമ്പർ ഓഫ് പേഴ്സൺസ്, ഇങ്ങനെയുള്ള ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ വെയ്റ്റ് ആണ് 45 to 50, 50 to 55, 55 to 60, 60 to 65, 65 to 70, 70 to 75. സെക്കൻഡ് കോളം നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് 50, 200, 260, 360, 90, 40. അതായത് ഈ ടേബിൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 45 to 50 ഇടയ്ക്ക് വെയിറ്റ് ഉള്ള എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചാൽ 50, 50 to 55 ഇടയ്ക്ക് വെയിറ്റ് ഉള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 200. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ്റെ എക്സാമ്പിൾ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ വെയിറ്റ് ആണ്. ഇനി നമുക്ക് ടാബുലേഷൻ എന്താണ് എന്ന് നോക്കാം. ക്ലാസിഫൈ ചെയ്ത ഡേറ്റയെ ടേബിൾ രൂപത്തിലാക്കുന്നതാണ് ടാബുലേഷൻ ഓഫ് ഡേറ്റ. ക്ലാസിഫൈ ചെയ്ത ഡേറ്റയെ ടേബിൾ രൂപത്തിലാക്കുന്നതാണ് ടാബുലേഷൻ ഓഫ് ഡേറ്റ. ടാബുലേഷൻ ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന സ്റ്റെപ്പാണ് ടാബുലേഷൻ. ടാബുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ ഡേറ്റ ഇൻ ദ ഫോം ഓഫ് എ ടേബിൾ കൺസിസ്റ്റിംഗ് ഓഫ് റോസ് ആൻഡ് കോളംസ്. റോയും കോളവും ഉള്ള ടേബിളിൽ ഡേറ്റ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാബുലേഷൻ എന്ന് പറയുന്നത്. Tabulation is the process of arranging the data in the form of a table consisting of rows and columns. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളെ ഒരു ഹോൾസെയിൽ ഷോപ്പിൻ്റെ, അതായത് പേനകൾ വിൽക്കുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പിൻ്റെ മാനേജരായി നിയമിച്ചു എന്ന് കരുതുക. ആ ഹോൾസെയിൽ ഷോപ്പിൽ പല രാജ്യങ്ങളിൽ നിന്നും പേനകൾ വരുന്നുണ്ട്. പല മാസങ്ങളിൽ പേനകൾ പാക്ക് ചെയ്യുന്നുണ്ട്. പല ജാതി പേനകൾ, അതായത് ബോൾ പെൻ, ജെൽ പെൻ, ഇത് അങ്ങനെ പല ജാതി പേനകൾ അവിടെ വരുന്നുണ്ട്. അതുപോലെ ഓരോ പാക്കറ്റിലും ഉള്ള പേനകളുടെ എണ്ണവും വ്യത്യസ്തമാണ്. സിംഗിൾ പേനയുള്ള പാക്കറ്റുകളുണ്ട്, ഗ്രൂപ്പ് ചെയ്ത പേനകളുള്ള പാക്കറ്റുകളുണ്ട്. അങ്ങനെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജറാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എക്സാമ്പിളിനെ ജോഗ്രഫിക്കൽ മെത്തേഡിലും ക്രോണോളജിക്കൽ മെത്തേഡിലും ക്വാളിറ്റേറ്റീവ് മെത്തേഡിലും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലും ടാബുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജോഗ്രഫിക്കൽ ഡേറ്റ ടാബുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. ഫസ്റ്റ് കോളത്തിൽ മെയ്ഡ് ഇൻ, അതായത് പല രാജ്യങ്ങളാണ്. ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, തായ്ലൻഡ്. സെക്കൻഡ് കോളം നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ്, അതായത് 101, 76, 31, 42. ഇനി അടുത്തത് ക്രോണോളജിക്കൽ ഡേറ്റ ടാബുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അടുത്ത എക്സാമ്പിൾ. നോക്കൂ, മന്ത് ഓഫ് പാക്കിംഗ് ആണ് ഫസ്റ്റ് കോളം. നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ് അടുത്ത കോളം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. അവിടെ ഉള്ള നമ്പർ ഓഫ് പാക്കറ്റ്സ് 53, 50, 47, 47, 63. ടോട്ടലി 260 വരുന്നു. ഇനി നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ടാബുലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് കോളൻ ടൈപ്പ് ഓഫ് പെൻ ആണ്. സെക്കൻഡ് കോളൻ നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ്. ടൈപ്പ് ഓഫ് പെന്നിനകത്ത് ബോൾ പോയിൻറ്റ് പെന്നുണ്ട്, ജെൽ പെന്നുണ്ട്, ഇങ്ക് പെന്നുണ്ട്. നമ്പർ ഓഫ് പാക്കറ്റ്സ് 81, 54, 45. ഇങ്ങനെ വരുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ടാബുലേഷൻ. ഇനി അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ടാബുലേഷൻ നോക്കൂ.
first column number of pens per packet, second column number of packets, 1 5, number of packets 136 124, total 260 വരുന്നു. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ എന്താണ് എന്ന് നോക്കാം. ടു സിംപ്ലിഫൈ ദ കോംപ്ലക്സ് ഡേറ്റ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റകൾ വരികയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലാസിഫൈഡ് ഡേറ്റ സഹായിക്കും. സെക്കൻഡ് വൺ, ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ, രണ്ട് ടേബിൾ ഒരേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടേബിൾ വെച്ച് കമ്പാരിസൺ ചെയ്താൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. അടുത്തത് ടു ഫെസിലിറ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ പഠനം എന്നാണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിനകത്തുള്ള ഡേറ്റ കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിനെക്കുറിച്ച് പഠനം നടത്താൻ സാധിക്കും. അടുത്തത് ടു സേവ് ടൈം, സ്പേസ് ആൻഡ് എനർജി. ടേബിൾ നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നത് കൊണ്ട് ടൈമും എനർജിയും ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും. ടു ക്ലാരിഫൈ സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി, ടു ഓർഗനൈസ് ഡേറ്റ ലോജിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി, ടു ഗ്രാസ്പ് ദ ഇൻഫർമേഷൻ. ഇനി നമുക്ക് 1 വേ ക്ലാസിഫിക്കേഷൻ, 2 വേ ക്ലാസിഫിക്കേഷൻ, മെനി വേ ക്ലാസിഫിക്കേഷൻ ഇവ എന്താണെന്ന് നോക്കാം. 1 വേ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇഫ് only one characteristics is considered for classification, such type of classification is known as 1 വേ ക്ലാസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം തന്നെ 1 വേ ക്ലാസിഫിക്കേഷന് എക്സാമ്പിളാണ്. നമ്മൾ ടാബുലേറ്റ് ചെയ്തതും ക്ലാസിഫൈ ചെയ്തതും എല്ലാം തന്നെ 1 വേ ക്ലാസിഫിക്കേഷന് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇഫ് ഓൺലി വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കൺസിഡേർഡ് ഫോർ ക്ലാസിഫിക്കേഷൻ, സച്ച് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് കാൾഡ് 1 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. The tables used to represent the 1 വേ classifications are called 1 വേ tables. ഇനി 2 വേ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആർ കൺസിഡേർഡ് ഫോർ ക്ലാസിഫിക്കേഷൻ അറ്റ് ദ സെയിം ടൈം, ഇറ്റ് ഈസ് കോൾഡ് എ 2 വേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ഇഫ് 2 characteristics at a time are considered for classification of data, it is termed as 2 വേ classification of data. The table representing 2 വേ classification is called a 2 വേ table. ഇനി നമുക്ക് 2 വേ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ടേബിൾ നോക്കാം. പല രാജ്യങ്ങളിൽ നിന്നും പല മാസങ്ങളിൽ കൊണ്ടുവന്ന പേനകളുടെ ടേബിളാണ്. കൺട്രീസ് ഇന്ത്യ, ജപ്പാൻ, തായ്ലൻഡ്, ചൈന ടോട്ടലുണ്ട്. മന്ത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഡേറ്റ നോക്കൂ. 18/7/5/23 ടോട്ടൽ 53 വരുന്നു. 18/2/4/26 ടോട്ടൽ 50 വരുന്നു. 24/5/18 ടോട്ടൽ 47 വരുന്നു. 21/4/6/16 ടോട്ടൽ 47 വരുന്നു. 24/5/11/23 63 വരുന്നു. ഗ്രാൻഡ് ടോട്ടൽ 260 വരുന്നു. ഇതൊരു 2 വേ ടേബിളിന് എക്സാമ്പിളാണ്. ഇനി വേറെ ഒരു എക്സാമ്പിളും കൂടി പറയാം. നമ്പർ ഓഫ് പെൻസ് പെർ പാക്കറ്റ് 1 5. ടൈപ്പ് ഓഫ് പെൻ ബോൾ പോയിൻറ്റ് പെൻ, ജെൽ പെൻ, ഇങ്ക് പെൻ. 38 49 49 38 49 49 136 43 37 44 124. അവിടെ ഗ്രാൻഡ് ടോട്ടൽ 260 വരുന്നു. ഇതും ഒരു 2 വേ ടേബിളിന് എക്സാമ്പിളാണ്. If more than 2 characteristics are considered for classification at the same time, it is called many way table. If more than 2 characteristics are considered for classification, such type of classification is called many way classification. ഇനി ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് പറയാം. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ മറ്റൊരു പേരാണ്. ആട്രിബ്യൂട്ട്സ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് കനോട്ട് ബി ന്യൂമറിക്കലി മെഷേർഡ്. Attributes are characteristics which cannot be numerically measured.
എക്സാമ്പിൾ ലിറ്ററസി, എഡ്യൂക്കേഷൻ, റിലീജിയൻ, ഹോണസ്റ്റി എക്സെട്ര. ഇതെല്ലാം തന്നെ ഇപ്പോൾ ലിറ്ററസി ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതായത് ഒന്നേ ലിറ്ററേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിരിക്കും. Attribute divides the population into two parts, one in which the attribute is present and the other in which the attribute is not present. The classes are mutually exclusive ആണ്, അതായത് തമ്മിലൊരു ബന്ധവും കാണില്ല. പോപ്പുലേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, ഇല്ലിറ്ററേറ്റും ലിറ്ററേറ്റും. Such type of classification is called dichotomy or two-fold classification. പോപ്പുലേഷനെ രണ്ടായി തരംതിരിക്കുന്നതാണ് ഡൈക്കോട്ടോമി ഓർ ടു-ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. പോപ്പുലേഷനെ രണ്ടായി തരംതിരിക്കുന്നതാണ് ഡൈക്കോട്ടോമി ഓർ ടു-ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിച്ചത് ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ ഇവയെക്കുറിച്ചാണ്. ക്ലാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ ഡേറ്റ അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലാസിഫിക്കേഷൻ പ്രധാനമായും 4 തരത്തിൽ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്ലേസസ്, അതിനെയാണ് നമ്മൾ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈം ഉണ്ട്, അതിനെയാണ് നമ്മൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ടാണ് ഞാൻ കോക്കനട്ട് പ്രൊഡക്ഷൻ്റെ 2 ടേബിൾസ്, ആദ്യം ഡിസ്ട്രിക്റ്റ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു, അത് ജോഗ്രഫിക്കലിന് എക്സാമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് ഇയർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു, അത് ക്രോണോളജിക്കലിന് എക്സാമ്പിളാണ്. പിന്നീട് നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്. അതായത് ക്വാളിറ്റി നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ സാധിക്കാത്തതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹോണസ്റ്റി, ബ്യൂട്ടി എക്സെട്ര. ഇത് നമുക്ക് ക്വാളിറ്റീസാണ്. ഇതിനെ നമുക്ക് ഒരിക്കലും ന്യൂമറിക്കലായി മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ 4ാമത്തെ കാറ്റഗറി ക്ലാസിഫിക്കേഷൻ പഠിച്ചതാണ്. നമ്മൾ സാധാരണയായി നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസിഫിക്കേഷനാണ്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന ഗ്രൂപ്പിൽ വരുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് വെയിറ്റ് കാണിച്ചത്. വെയിറ്റ്, കുട്ടികളുടെ വെയിറ്റ് ക്ലാസിഫൈ ചെയ്യുക, ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചത് 1 വേ ക്ലാസിഫിക്കേഷൻ, 2 വേ ക്ലാസിഫിക്കേഷൻ, മെനി വേ ക്ലാസിഫിക്കേഷൻ ഇവയാണ്. 1 വേ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം എടുത്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് 1 വേ ക്ലാസിഫിക്കേഷൻ. ഒട്ടുമുക്കാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ 1 വേ ക്ലാസിഫിക്കേഷനിൽ വരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലെ എക്സാമ്പിൾ ഉണ്ടല്ലോ, പേന. പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന പേനകളെ ക്ലാസിഫൈ ചെയ്ത് നമുക്കതൊരു 1 വേ ക്ലാസിഫിക്കേഷനായിട്ട് വരുത്താം. അതിൽ രാജ്യങ്ങൾ മാത്രം ഒരു കോളത്തിൽ വരിക, നമ്പർ ഓഫ് പെൻസ് അടുത്ത കോളത്തിൽ വരും. പിന്നെ അടുത്തത് ക്രോണോളജിക്കലിന് അത് വെച്ച് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പല മാസങ്ങളിൽ വരുന്ന ഒരു കോളത്തിലെടുക്കുക, അടുത്ത കോളത്തിൽ നമ്പർ ഓഫ് പെൻസ് എടുക്കുക. അതും ഒരു 1 വേ ക്ലാസിഫിക്കേഷനാണ് ക്രോണോളജിക്കിൻ്റെ കേസിൽ. ഇനി ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ പലതരം പേനകളുണ്ട്, ജെൽ പെന, ഇങ്ക് പെന, അങ്ങനെ വരിക. അതിനൊരു കോളത്തിൽ പറയുക, അടുത്തത് നമുക്ക് അതിൻ്റെ എണ്ണം പറയുക. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ 1 വേ ടേബിളിൽ പറയണമെങ്കിൽ നമ്പർ ഓഫ് പെൻസ് പെർ പാക്കറ്റ് അതൊരു കോളത്തിൽ പറയുക, അതിൻ്റെ എണ്ണം അടുത്ത കോളത്തിൽ പറയുക. ഇതെല്ലാം തന്നെ 1 വേ ക്ലാസിഫിക്കേഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ഇനി 2 വേ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 2 കാര്യങ്ങൾ ഒരേ ടേബിളിൽ വരണം. അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന പേനകൾ പല മാസങ്ങളിൽ അതിനെ പാക്ക് ചെയ്തത്. ഇങ്ങനെ 2 കാര്യങ്ങൾ ഒരേ ടേബിളിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളതിനെ 2 വേ ക്ലാസിഫിക്കേഷൻ ടേബിൾ എന്ന് പറയും. 2ൽ കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒരു ടേബിളിൽ ഉൾപ്പെടുത്താം.
രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരു ടേബിളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് മെനിവേ ടേബിൾ എന്ന് പറയണം. ഇനി ആട്രിബ്യൂട്ട്സ് എന്താണെന്നും കൂടി പറഞ്ഞു. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ്. അതായത് നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ സാധിക്കാത്തതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ടിനെ രണ്ടായിട്ടാണ് സാധാരണയായി തരംതിരിക്കുന്നത്. ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ ലിറ്ററേറ്റ് ആണോ ലിറ്ററേറ്റ് അല്ലയോ എന്ന് മാത്രമേ പറയത്തുള്ളൂ. രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ്റെ മറ്റൊരു പേരാണ് ഡൈക്കോട്ടോമി, അതായത് ടു ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങൾക്ക് രണ്ട് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തരികയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈം ഈസ് കോൾഡ് ഡാഷ്. അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്നതാണ്. ആൻസർ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ടേബിൾ വരയ്ക്കാനുള്ളതാണ്. ഇതും എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: there are science, commerce, humanities streams in a higher secondary school. Boys and girls are studying in this school with 3 different second languages: Malayalam, Hindi and Sanskrit. Draw skeleton of this table. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ